എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും KSRTC ഈയിടെ പുറത്തിറക്കിയ ചലോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനെ പറ്റി. അതായത് KSRTC ബസ്സിനെ ട്രാക്ക് ചെയ്യാനും ടിക്കറ്റ് ബുക്ക് ചെയ്യാനും വേണ്ടിയിട്ട് KSRTC ഈയിടെ ഇറക്കിയ ഒരു ആപ്ലിക്കേഷനാണ് ചലോ. ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗ രീതിയും അതിലൂടെ നമുക്ക് എന്തെല്ലാം അറിയാം എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇതുപോലുള്ള പുതിയ ആപ്ലിക്കേഷനുകൾ സാധാരണപ്പെട്ടവർക്ക് എത്രത്തോളം നല്ലപോലെ ഉപയോഗിക്കാം എന്നുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ ഈ പുതിയൊരു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഇതിനകത്തൂടെ അറിയിക്കുക. ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണോ എന്നുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ പറയുക. നമുക്കത് അടുത്ത വീഡിയോയിൽ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ഇതിനുവേണ്ടി ആദ്യം തന്നെ നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. എല്ലാവരുടെ ഫോണിലുള്ളതായിരിക്കും പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ സെർച്ച് ബട്ടണിൽ ചലോ എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് താഴെ കാണിക്കാം. ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ചലോ ലൈവ് ബസ് ട്രാക്കിംഗ് ആപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഒരു 39 MB ഒരു ആപ്പാണ് വരുന്നത്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മളത് ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഇൻ്റർഫേസ് വരും. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഭാഷ സെലക്ട് ചെയ്യുക. നമുക്ക് അത്യാവശ്യം മലയാളമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഡീഫോൾട്ടായിട്ട് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ ഫോൺ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് സിമ്മിൽ നിന്ന് ഡിറ്റക്റ്റ് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടുത്തെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം ഒരു OTP ചോദിക്കും. ജസ്റ്റ് നമ്മളതൊരു OTPയും കൂടെ നമ്മൾ എൻ്റർ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ അടുത്ത് ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ ചോദിക്കും. നമ്മുടെ ഫോണിനകത്ത് ലൊക്കേഷൻ ഓൺ ആക്കാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൊടുക്കുക. കാര്യം ലൊക്കേഷൻ വെച്ചിട്ടാണ് ഇതിൻ്റെ ബസ് സ്റ്റോപ്പൊക്കെ നമുക്ക് കാണിക്കുന്നത്. നമ്മുടെ ലൊക്കേഷൻ നമ്മൾ ടേൺ ഓൺ ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ചൊരു സമയം എടുക്കുക അത് ലൊക്കേഷൻ ഒന്ന് ട്രേസ് ചെയ്യാൻ. അതിനുശേഷം ഇതുപോലൊരു ലോഗോ ആയിട്ട് വന്നിട്ട് ഓക്കെ, ഇതാണ് നമ്മുടെ ചലോ ആപ്പിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് ആപ്പിൻ്റെ ഇൻഫർമേഷൻസൊക്കെ കാണാം. നമ്മുടെ ലൊക്കേഷൻ ഇവിടെ ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇത് ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സിനകത്ത് ലൊക്കേഷൻ്റെ ഒന്ന് നോക്കേണ്ടി വരും. പിന്നെ നെക്സ്റ്റ് നമ്മൾക്കെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ കിടക്കുന്നത് ഫൈൻഡ് ആൻഡ് ട്രാക്ക് യുവർ ബസ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ ഓപ്ഷൻസുകളും ഉണ്ട്. ഫൈൻഡ് ആൻഡ് ട്രാക്ക് ഉണ്ട്, ക്വിക്ക് പേയ്മെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ് നമുക്കറിയാൻ പറ്റും. താഴോട്ട് തന്നെ നമുക്ക് ബസ്സസ് അറൗണ്ട് യു എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് നോക്കുന്നതെന്ന് നമുക്ക് പറയാം. ഫൈൻഡ് ആൻഡ് ട്രാക്കിൽ നമുക്ക് ഫസ്റ്റ് ഒന്ന് കൊടുക്കാം. ഫൈൻഡ് ആൻഡ് ട്രാക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ കറണ്ട് ലൊക്കേഷൻ ചോദിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ല നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലാണ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കറണ്ട് ലൊക്കേഷൻ മാറ്റിയിട്ട് ആ ഒരു ലൊക്കേഷൻ കൊടുത്താൽ മതി. അപ്പം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ കറണ്ട് ലൊക്കേഷൻ തന്നെ കൊടുക്കുകയാണ്. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ നമ്മൾ കൊടുക്കുക. ഡെസ്റ്റിനേഷൻ നമുക്ക് എവിടെയാണ് പോകേണ്ടതെന്നുള്ളത് നമ്മളിവിടെ കൊടുക്കുക. അതുപോലെ നമുക്ക് ഡേറ്റ്, എന്നാണ് നമ്മൾ പോകേണ്ട ഡേറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ടൈം. നമുക്കിപ്പോൾ റിയൽ ടൈം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും. പിന്നെ നമുക്കിവിടെ അന്നേരം ബസ്സുകൾ ലിസ്റ്റ് ആയിട്ട് താഴോട്ട് കാണിക്കും. ഇപ്പോൾ 20 മിനിറ്റിൽ എനിക്ക് 20 മിനിറ്റിൽ നമുക്ക് പുനലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ബസ്സുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് ഫസ്റ്റിലത്തതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ബസ് സ്റ്റോപ്പുകളും ഇതിനകത്ത് കാണാം. എല്ലാ ബസ് സ്റ്റോപ്പുകളും ഇതിനകത്ത് കാണാൻ കഴിയും. ഫ്രം തൊട്ട് 2 വരെയൊക്കെ എത്ര ബസ് സ്റ്റോപ്പുകളുണ്ടെന്ന് കാണാം.
അതുപോലെ തന്നെ ഇതിൽ കാണിക്കുന്നത് താഴെ ആണെങ്കിൽ നമുക്ക് ഇനി നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് എനിക്ക് ഏകദേശം 10 മിനിറ്റ് യാത്ര ചെയ്താലേ ആ ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ കഴിയുള്ളൂ. അത് ബസ് സ്റ്റാൻഡാണ്, ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഓക്കെ, അതിന് 36 രൂപ ചിലവാകുമെന്നാണ് ഓട്ടോ ചാർജായിട്ട് കാണിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മുടെ ബസ്സിൻ്റെ കാണിക്കുന്ന ഡീറ്റെയിൽസ്. അതുപോലെ ആ ബസ്സിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ, നമുക്ക് ട്രാക്ക് ബസ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അതുപോലെ ടിക്കറ്റ് റേറ്റ് എത്ര ആണെന്ന് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എത്ര മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തും, അതുപോലെ 19 മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ ബസ് സ്റ്റോപ്പിൽ റീച്ച് ചെയ്യണം ഈ ബസ് കിട്ടാനായിട്ട്. അതുപോലെ ഇതിൻ്റെ സ്റ്റോപ്പുകളെല്ലാം ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും എത്ര സ്റ്റോപ്പുകളുണ്ടെന്നുള്ളത്. താഴോട്ട് ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ട്രാക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാക്ക് ബസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബസ്സിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും. സോ ഇപ്പോൾ നിലവിൽ ആ ബസ് സ്റ്റോപ്പിലാണുള്ളത്. അല്ലെങ്കിൽ നമുക്ക് എവിടുന്നേലും ഓടി വരുന്ന ബസ്സാണെന്നുണ്ടെങ്കിൽ ആ ബസ് എവിടെ നിന്ന് വരുന്നതാണെന്നുള്ളത് നമുക്ക് കാണിക്കും. സ്റ്റാർട്ട് ചെയ്ത് എവിടുന്ന് റണ്ണിങ്ങിലാണെന്നുള്ളത് നമ്മൾ കാണിക്കുന്നുണ്ട്. അവിടെ വയ എരുമേലി, പത്തനംതിട്ട, പുനലൂർ. അപ്പോൾ അത് 18 മിനിറ്റ് കൊണ്ട് നമ്മുടെ പുനലൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. അടി ബസ് നമുക്ക് ഇവിടുന്നകത്തുനിന്ന് ജസ്റ്റ് നമുക്ക് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ ഏകദേശം നിയറസ്റ്റ് സ്റ്റോപ്പ് വരെ എത്തിയിട്ടുണ്ട്. ഇത് പത്തനാപുരമായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ വന്നാൽ മതി പുനലൂർ. അതൊരു 20 മിനിറ്റിനകത്ത് എത്തുമെന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ നോ സീറ്റ് എന്ന് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ആ ബസ്സിനകത്ത് നമുക്ക് വേക്കൻ്റായിട്ട് സീറ്റുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. അഥവാ നമുക്ക് ഏതെങ്കിലും സീറ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതവിടെ കാണിക്കും. നമുക്ക് ഓൺലൈനിൽ നമുക്കത് ബുക്ക് ചെയ്യാം. അതിനെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് പറയാം. അടുത്തതായിട്ട് നമുക്കുള്ള ഓപ്ഷൻ ക്വിക്ക് പേയ്മെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷനാണ്. ക്വിക്ക് പേയ്മെൻറ്റ്സിനകത്ത് നമുക്ക് ടിക്കറ്റും മൊബൈലിൽ കൂടെ തന്നെ നമുക്ക് ടിക്കറ്റ് വാങ്ങാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. നമ്മുടെ UPI അല്ലെങ്കിൽ നമ്മുടെ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുമ്പം തന്നെ നമ്മുടെ റൂട്ട് നമ്പർ അടിച്ചു കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് വേണ്ട നമ്മുടെ റൂട്ട് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ബസ് ട്രാക്ക് ചെയ്തതിനകത്ത് തന്നെ ആ ബസ്സിൻ്റെ റൂട്ടിന് നമ്പർ കിട്ടും. നിലവിലിതിപ്പം സിറ്റിയിലുള്ള റൂട്ടുകളൊക്കെയാണ് കൂടുതലും കാണിക്കുന്നത്. നമ്മളിപ്പം 2A ബ്ലൂ ബസ്സുകൾ അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെയാണ് നമുക്കിപ്പോൾ കാണിക്കുന്നത്. ഫ്യൂച്ചറിൽ ചിലപ്പോൾ അപ്ഡേറ്റ് ആകുമായിരിക്കും, നമ്മുടെ എല്ലാ ബസ്സുകളും അപ്ഡേറ്റ് ആകുമായിരിക്കാം. അതുപോലെ തന്നെ നമുക്കതിൻ്റെ ആ ബസ്സിൻ്റെ റൂട്ട് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് സ്റ്റോപ്പ് ചെയ്യുന്നവരുള്ള ഡീറ്റെയിൽസ് കാണിക്കുക. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണോ കയറേണ്ടത്, എവിടെയാണോ നമുക്ക് ഡെസ്റ്റിനേഷൻ എന്നുള്ളത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നേരെ പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത്. പേയ്മെൻറ്റ് നമ്മൾ UPI, ഗൂഗിൾ പേയോ അല്ലെങ്കിൽ UPI IDs വെച്ച് ഇതെല്ലാം ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞത് ട്രാവൽ കാർഡിൻ്റെ ഓപ്ഷനാണ്. ട്രാവൽ കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് KSRTC തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാർഡാണ്. നമുക്ക് കാർഡ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറയുന്ന KSRTCയുടെ ഓഫീസുകളിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ കാർഡ് നമ്മൾ എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്തതിന് ശേഷം, കാർഡിന് 100 രൂപ എന്തോ എമൗണ്ട് ഉണ്ട്, അത് കൊടുത്ത് പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ലിങ്ക് ന്യൂ കാർഡ് കൊടുക്കുക. എന്നിട്ട് ആ കാർഡിൻ്റെ നമ്പറും അതേപോലെ ആക്ടിവേഷൻ കോഡും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ കാർഡ് നമുക്ക് റീചാർജ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ അതിനകത്തേക്ക് നമുക്ക് എമൗണ്ട് ആഡായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആ ട്രാവൽ കാർഡ് വെച്ചിട്ട് തന്നെ ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിയറസ്റ്റ് ബസ് സ്റ്റോപ്പുകളാണ്. നിയറസ്റ്റ് ബസ് സ്റ്റോപ്പുകൾ നമ്മളിപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ബസ് സ്റ്റോപ്പുകളാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 2 മിനിറ്റ് അവയിൽ തന്നെ നമുക്കിപ്പം പോകാനുള്ള ബസ്സിൻ്റെയും ഡീറ്റെയിൽസും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളും കാണിക്കുന്നുണ്ട്. 12 മിനിറ്റിനുള്ളിൽ നമുക്കൊരു ബസ് വരും. അത് ഇതുവഴി വരുന്നതാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കാണിച്ചിട്ടുണ്ട്. 1 മിനിറ്റിനകത്ത് അടുത്തൊരു ബസ് വരാൻ ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിയറസ്റ്റ് ആയിട്ട് നമ്മൾ എവിടെയാണോ നമ്മുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ട് അതിനടുത്തുള്ള ബസ് സ്റ്റോപ്പുകളാണ് ഈ കാണിക്കുന്നത്. അത് നമുക്ക് ഓൾ സ്റ്റോപ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ അടുത്തുള്ള എല്ലാ സ്റ്റോപ്പുകളും നമുക്ക് മാർക്ക് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഇത് നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ബസ്സുകളൊക്കെ ഉണ്ടെന്നുള്ളതെല്ലാം നമുക്കിവിടെ കാണിക്കും, എത്ര സ്റ്റോപ്പുകളുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, അതിന് താഴെയായിട്ട് തന്നെ നമുക്ക് ഓൾ ബസ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എല്ലാ ബസ്സുകളും നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷന് അടുത്തൂടെ പോകുന്ന എല്ലാ ബസ്സുകളും നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. നമ്മളൊരു പർട്ടിക്കുലർ റൂട്ട് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ റൂട്ടിലേക്ക് നമുക്ക് തൊട്ടടുത്തുള്ള ബസ്സുകൾ ഇതിനകത്തെല്ലാം കാണിച്ചു തരുന്നുണ്ട്. അടുത്ത നെക്സ്റ്റ് ഓപ്ഷനാണ് ബസ്സസ് അറൗണ്ട് യു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അതിനകത്ത് നമുക്ക് നമ്മുടെ ലൊക്കേഷൻ അടുത്തുള്ള ബസ്സുകളുടെ എല്ലാം ട്രാക്കിങ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ സ്ക്രീനിലൊന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത്
ഓപ്പണായിട്ട് കാണിക്കും. അപ്പം എൻ്റെ അടുത്തായിട്ടുള്ള എൻ്റെ ലൊക്കേഷന് അടുത്തായിട്ടുള്ള ബസ്സുകളുടെ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. ആ ബസ്സെല്ലാം റണ്ണിങ്ങിലാണ്, നമുക്ക് മൂവ് ചെയ്യുന്ന കാണാൻ കഴിയും. ഇത് റണ്ണായിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളാണ്, നിലവിലെ റണ്ണിങ്ങിലുള്ള ബസ്സുകളാണ്. നമുക്ക് സ്റ്റാൻഡിലുള്ള ബസ്സുകളുടെ ഡീറ്റെയിൽസ് ആണെങ്കിലും നമുക്ക് വേണേൽ അത് കാണിക്കും. ഇതെല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സുകളാണ്. നമ്മുടെ ലൊക്കേഷനും ഇതിനകത്ത് കാണിക്കും. അതിനടുത്തായിട്ട് തന്നെ എത്ര ബസ്സുകളുണ്ടെന്നുള്ളതെല്ലാം നമുക്ക് കാണിക്കും, റണ്ണിങ്ങിലുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് ഇനി ഒരു ഓപ്ഷനാണ് മൈ ടിക്കറ്റ്സ്. മൈ ടിക്കറ്റ്സ് എടുക്കുന്ന പറഞ്ഞാൽ നമുക്കിപ്പോൾ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ഒന്നോ രണ്ടോ ടിക്കറ്റ് എടുക്കുകയാണ്, അപ്പോൾ ആ ടിക്കറ്റ് ഏതൊക്കെ ഉണ്ടോ അത് ആക്റ്റീവായിട്ടുള്ള ടിക്കറ്റുകൾ കാണിക്കും. നമ്മൾ മുന്നേ പോയ ഹിസ്റ്ററിയൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. മാക്സിമം ആൾക്കാരിത് യൂസ് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വീഡിയോയുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.